ഈ റമദാനിൽ ഒരാളെ കണ്ടുമുട്ടുകയുണ്ടായി. ഇങ്ങനെ സംസാരിക്കേണ്ടതിൽ ബാങ്ക് കൊടുത്തു. ഞാൻ നിസ്കരിക്കാൻ പോയി. അവൻ ആ സമയത്ത് നിസ്കരിക്കാതെ വേറെ എവിടേക്കോ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ അവനോട് ചോദിച്ചു, മോനെ നിസ്കരിച്ചോ? അവൻ പറഞ്ഞു, നിസ്കാര കാലമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ഇങ്ങനെ തോന്നുമ്പോൾ നിസ്കരിക്കും, സ്ഥിരമായിട്ട് നിസ്കരിക്കലൊന്നുമില്ല. നോമ്പെടുത്തണവന് എത്ര നോമ്പ് ഫുൾ നോമ്പ് എടുത്തു വെച്ചു. അന്ന് 15 16 നോമ്പറ്റെയാണ്. അവൻ പറഞ്ഞു, ഫുൾ നോമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് പറഞ്ഞു. നോമ്പ് എല്ലാ വർഷവും നോൽക്കാറുണ്ട് പറഞ്ഞു. ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ വേണ്ട ഉപദേശങ്ങൾ അവന് കൊടുത്തു. നിസ്കാരം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് ഇസ്ലാമിൽ. നമ്പർ 1 ഇബാദത്ത്, നമ്മൾ ഫസ്റ്റ് പ്രാധാന്യം കൊടുക്കേണ്ട ഇബാദത്ത് നിസ്കാരമാണ്. നിസ്കരിക്കാത്തവൻ എത്ര വലിയ നോമ്പുകാരനായിട്ടും, എത്ര വലിയ ഹാജിയാരായിട്ടും, എത്ര വലിയ ദാന ധർമ്മം ചെയ്യുന്നവനായിട്ടും, എത്ര വലിയ ഉമറ ആയിട്ടും കാര്യമല്ല. നിസ്കരിക്കാത്തവന് ഒരു വിലയുമില്ല. ദുനിയാവിലും കിട്ടൂല, ആഖിറത്തിലും കിട്ടൂല. ദുനിയാവിൽ എന്തെങ്കിലും വില കിട്ടുന്നുണ്ടെങ്കിൽ അത് വൈകാതെ തന്നെ അത് തകിടം മറിയും. ആഖിറത്തിൽ പിന്നെ പറയേ വേണ്ട. അള്ളാൻ്റെ അടുത്ത് നിസ്കരിക്കുന്നില്ലേ, 10 15 ഹജ്ജ് ചെയ്തിട്ടും കാര്യമല്ല. നിസ്കരിക്കണില്ലേ, കോടികൾ സമ്പാദിച്ച് അത് പാവങ്ങൾക്ക് സ്വതക്ക ചെയ്തിട്ടും കാര്യമല്ല. നിസ്കരിക്കുന്നില്ലേ, നിസ്കരിക്കാൻ വേണ്ടി 10 15 20 പള്ളികൾ ഉണ്ടാക്കി കൊടുത്തിട്ടും കാര്യമല്ല. 5 വക്ത് നിസ്കാരം സമയത്ത് നിസ്കരിക്കുന്നില്ലേ, അവൻ്റെ കാര്യം പരാജയമാണ്. എന്നാൽ 5 വക്ത് നിസ്കാരവും സമയത്ത് നിസ്കരിച്ച് വേണ്ട റവാത്തിബ് സുന്നത്തുകളും മറ്റു സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്ക് നടക്കുന്ന ആൾ, അവന് വേറെ എന്തെങ്കിലുമൊക്കെ മേഖലയിൽ ചെറിയൊരു പിഴവുകൾ സംഭവിക്കണമെന്നല്ല, സംഭവിച്ചു പോയാൽ പടച്ചോനത് പൊറത്തു കൊടുക്കും. എന്നാൽ നിസ്കരിക്കുന്നില്ലേ, വേറെ എന്ത് ചെയ്താലും പടച്ചോനത് ആവശ്യമില്ല, പൊള്ളയായിട്ടാണ് മാറും. അതുകൊണ്ട് നിസ്കാരത്തിന് വളരെയധികം നമ്മൾ ഗൗരവം കൊടുക്കേണ്ടതുണ്ട്. നാളെ ആഖിറത്തിൽ ഏറ്റവും ആദ്യം ചോദിക്കുക നിസ്കാരത്തെ പറ്റിയായിരിക്കും. ആദ്യ ചോദ്യം, ഏറ്റവും പ്രധാന ചോദ്യം നിസ്കാരത്തെ പറ്റിയാണ്. നിസ്കാരത്തിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞോ, പാസ് മാർക്ക് വാങ്ങിയോ, ബാക്കി ഏത് മേഖലയിലും അല്പം താഴോട്ട് പോയാലും പടച്ചോനത് നികത്തും, നമുക്ക് പൊരുത്തപ്പെട്ട് തരും, അല്ലെങ്കിൽ നമുക്ക് പുറത്തു തരും. എന്നാൽ നിസ്കാരത്തിൽ ഒരാൾ ഫെയിലായി, ബാക്കി നോമ്പിൻ്റെ വിഷയത്തിൽ, ദക്കാത്തിൻ്റെ വിഷയത്തിൽ, ഹജ്ജിൻ്റെ വിഷയത്തിലൊക്കെ കെങ്കേമമാണ്. പക്ഷെ ഫസ്റ്റ് നമ്മൾ കയറി കൂടാതെ ഫസ്റ്റ് സ്റ്റെപ്പ് അത് നിസ്കാരമല്ലേ, മറ്റെന്തുണ്ടായിട്ടും കാര്യമല്ല. അതുകൊണ്ട് നിസ്കാരത്തിന് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കണം. എന്തോ നഅൂദുബില്ലാ, ഈ കാലത്ത് മുഅ്മിനാണ് മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്നവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാത്തത്, അല്ലെങ്കിൽ വേണ്ടപ്പോൾ നിസ്കരിക്കുക, വേണ്ടപ്പോൾ ചെയ്ത് കൂട്ടുന്നൊരു ഇബാദത്തായി നിസ്കാരം മാറിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. പള്ളികളിപ്പോൾ കുറേ ഉണ്ട്. ഓരോ നാട്ടിലും 2 3 4 പള്ളികൾ ദിവസങ്ങൾ കൊണ്ട് വളർന്നു വരികയാണ്. പക്ഷേ അതിനുള്ളിൽ നിസ്കരിക്കാനുള്ള ആളുകൾ വളരെ വളരെ തുച്ഛമാണ്. അപ്പോൾ നമ്മൾ 5 വക്ത് നിസ്കാരം സമയത്ത് നിസ്കരിക്കുക, ബാക്കി കൂടെ കഴിയുന്നവർ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ, മറ്റു ദുഹ, തഹജ്ജുദ് ഒക്കെ നിസ്കരിച്ച് നിസ്കാരം കൊണ്ട് നമ്മൾ അള്ളാഹുലേക്ക് അടുക്കാൻ ശ്രമിക്കണം. നമുക്കറിയാം ബാക്കി സുന്നത്തായ കാര്യങ്ങൾ കുറേ ഉണ്ട്. ഏറ്റവും കൂടുതൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട സുന്നത്തും അത് നിസ്കാരമാണ്, സുന്നത്ത് നിസ്കാരങ്ങൾ. അപ്പോൾ മറ്റ് സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുന്നതോടുകൂടെ സുന്നത്ത് നിസ്കാരങ്ങളും നമ്മൾ അധികരിപ്പിക്കാൻ നോക്കണം. അപ്പോൾ ഏറ്റവും അഫ്ളലായ സുന്നത്ത് നിസ്കാരമാണ്. അപ്പോൾ സുന്നത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും ഫസ്റ്റ് ചെയ്യേണ്ടത് നിസ്കാരം തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും വളരെയധികം സൂക്ഷ്മത പുലർത്തണം. അതുകൊണ്ട് നിസ്കാരത്തിന് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുക. നിസ്കരിക്കുന്നതോടുകൂടെ നോമ്പ് നോക്കുക. നിസ്കരിക്കുന്നവൻ ഹജ്ജ് ചെയ്യുക, നിസ്കരിക്കുന്നവൻ ഉംറ ചെയ്യുക. അല്ലെങ്കിൽ ഉംറ ചെയ്യുന്നവന് ഓൻ നിസ്കരിക്കാറൊന്നുമില്ല, ഹജ്ജ് ചെയ്തന് ഓന് അങ്ങനെ നിസ്കരിക്കാറൊന്നുമില്ല, നോമ്പൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ നിസ്കരിക്കാറൊന്നുമില്ല എന്നൊരു അവസ്ഥ നമ്മളിൽ നിന്നും ഉണ്ടാവരുത്. എല്ലാവരും വളരെ ഗൗരവത്തോടെ അത് ശ്രദ്ധിക്കുക. നാഥൻ നമ്മുടെ മരണം വരെ പടച്ചവൻ നമുക്ക് നിസ്കാരം നിലനിർത്തി പോവാൻ അള്ളാഹു നമുക്ക് തൗഫീഖും ആരോഗ്യവും അതിനുള്ള മനസ്സും പടച്ചവൻ നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.